വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ക്രീം ചീസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇതിലേക്ക് പാലും നാരങ്ങാനീര് അല്ലെങ്കിൽ വിനെഗർ ഇത് മാത്രം മതി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതൊരു 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ച് വരുന്നത് വരെ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം. അപ്പോൾ ഇത് തിളയ്ക്കാറായിട്ടുണ്ട്. അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ നാരങ്ങാനീരാണ് ചേർക്കുന്നത്. 2-3 ടീസ്പൂൺ നാരങ്ങാനീര് വേണം. ഇതിന് പകരം വിനെഗർ യൂസ് ചെയ്താലും മതി. അപ്പോൾ പാല് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി വെക്കാം. ഇതിലേക്ക് ഇനി നാരങ്ങാനീര് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് പാലൊക്കെ പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി നാരങ്ങാനീര് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. പാല് നന്നായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഇതിലൊരു ലൈറ്റായിട്ടൊരു ഗ്രീൻ കളറിലുള്ള വെള്ളം അടിയിൽ വന്നിട്ടുണ്ട്. പാല് ഫുള്ളായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രീം ചീസ് ഇതിൽ നിന്നും പാലിൽ നിന്നൊക്കെ വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി നാരങ്ങാനീരിൻ്റെ ആവശ്യമില്ല. ഒരു ബൗളിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടൻ്റെ ഏതെങ്കിലും ഒരു കട്ടി കുറഞ്ഞ ഒരു തുണിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനൊരു കട്ടി കുറഞ്ഞൊരു കോട്ടൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇതൊഴിച്ചു കൊടുക്കാം. ഇതിനി ഒരു 10-15 മിനിറ്റ് ഇതേപോലെ തന്നെ ഈ വെള്ളം ഫുള്ള് വാർന്നു പോകാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ ബാക്കി വന്നിട്ടുള്ള വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഇത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ഇതിൽ നിന്നൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഫ്രോസ്റ്റിങ്ങിനാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ക്രീമും കൂടെ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ക്രീമൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ക്രീമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇത് സ്പ്രെഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 2 നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കണം. അതേപോലെ ഇതിലേക്ക് ഈ ബാക്കി വന്നിട്ടുള്ള ആ വെള്ളം ഒരു 1-2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുറേ കൂടെ ഒന്ന് ലൂസാക്കി എടുക്കണമെങ്കിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ക്രീം ചീസ് വെറുതെ മിക്സിയിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുത്തതാണ്. നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കാഞ്ഞത്. ഇത് ഞാൻ 2 കപ്പ് പാല്, അതായത് 1/2 ലിറ്റർ പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രോസ്റ്റിംഗ് ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ ഒരു 1 ലിറ്റർ പാലിലൊക്കെ എടുത്താൽ മാത്രമേ ഒരു 1/4 കപ്പ് 1 കപ്പ് ക്രീം ചീസ് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.